ഹേയ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നൊരു ചെറിയ കിച്ചൺ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്ന് ഈ വർഷം നമുക്ക് ആദ്യമായിട്ടൊക്കെ ഒത്തിരി പുറത്തെ മാമിയിലൂടെ നിന്ന് ഒത്തിരി ചക്ക കിട്ടി. അപ്പം ഞാൻ ആ ചക്ക വെട്ടി കുറച്ചൊക്കെ റെഡിയാക്കി വെച്ചു. ചോറ് ഞാനുണ്ടെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ചോറ് നമുക്ക് ഇന്നത്തേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചോറ് റെഡിയാക്കി വെച്ചു. അതിനുശേഷം പാല്, നല്ല നാടൻ പാല് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നല്ല കട്ട തൈര് ഉണ്ടോ, അങ്ങോട്ടുണ്ടെന്ന് കാണിക്കുക. നല്ല കട്ട തൈര് ഉണ്ടോ, കട്ട തൈര് ഇരിപ്പുണ്ട്. നമുക്കത് മോരുകറി വെക്കണം. പിന്നെ നല്ല സൂപ്പർ ചീര ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ കഴിക്കാനുള്ളത്. ഇത് ഉണ്ടോ, ചീര കൊണ്ടൊരു നല്ല തോരൻ വയ്ക്കണം. പിന്നെ എൻ്റെ ആദ്യത്തെ ചക്ക ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ടോ. നമുക്കിന്ന് ചക്കയൊക്കെ അരിഞ്ഞ് ഇതിന്നിട്ടൊരു കൂട്ടാനൊക്കെ വെച്ച് മീൻ കറിയും കൂട്ടി നമുക്കിന്നൊരു പിടി പിടിച്ചാലോ. പിന്നെ ചെറിയ ചാള ഞാൻ കണ്ടിച്ചിന്നലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ചാളയും കറി വയ്ക്കണം. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ നീ ഫ്രിഡ്ജിൽ വെച്ചേക്കാം, നമുക്കങ്ങ് കറി വയ്ക്കാമെന്ന്. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഉടുപ്പുണ്ടല്ലോ, ഇതൊരു ടോപ്പാണ്. ഇത് ഞാൻ ഈ വിരൽ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് SP ഫോർട്ടിൽ പോയപ്പോഴത്തേക്ക് അതിൻ്റെ തൊട്ടിപ്പുറത്തെ കടയിൽ അന്ന് വില കുറച്ച് കൊടുക്കുന്നു. അങ്ങനെ മോള് സാധനം മേടിക്കാനായിട്ട്, കുഞ്ഞിന് സാധനം മേടിക്കാനായിട്ട് കയറിയപ്പം ഞാൻ അന്ന് അവിടെ വെച്ച് മേടിച്ചതാണ്. വയറത്തി പിടുത്തമുള്ളത് കൊണ്ട് ചെറിയ അളവാണിത്. അന്നേ കൊണ്ടുവന്ന് മടക്കി പെട്ടിയിലിട്ടിരുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ എടുത്ത് വീഡിയോ എടുക്കാനായിട്ട് എടുത്തിട്ടതാണ്. കളറൊക്കെ നല്ല കളർ കണ്ടാണ് ഞാൻ എടുത്തത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് ആദ്യം തന്നെ മോര് കറിക്കുള്ള അരപ്പരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കത് ചേർത്ത് ആദ്യം തന്നെ നമുക്ക് മോര് കറി, തൈര് വെച്ച് ഒരേ സ്ഥലത്തും ഒരേ പേരായിരിക്കും പറയുന്നത്. മോര് കറി, ഒഴിച്ചു കൂട്ടാൻ, പുളിശ്ശേരി, അങ്ങനെ പല പല പേരുകൾ പറയും. ഞാനത് വെച്ച് ആദ്യം തന്നെ ആ കറി നമുക്ക് ഉണ്ടാക്കിയാലോ. കാലം അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതെല്ലാം കൂടി ഒന്നിലേക്കൊന്ന് ചേർത്തെടുക്കാം. തൈരും അരപ്പും ഇതെല്ലാം കൂടി ഈ ഒരു പാത്രത്തിലേക്ക് ഞാനൊന്ന്, നല്ല കട്ട തൈരാണ് കേട്ടോ, അലുവ കഷ്ണം കണക്കിരിക്കും. ഇതെൻ്റെ മോളാണ് ഇതിങ്ങനെ ഉറയടിച്ച് വയ്ക്കുന്നത്. നല്ല അലുവ കഷ്ണം കണക്കിരിക്കുക. കണ്ടോ, നല്ല അലുവ കഷ്ണം കണക്കിരിക്കുക. നമ്മുടെ നാടൻ പാലിൻ്റെ ഇതാണ്. നമുക്കത് നല്ലതുപോലെ തൈര് ആ തവിയിട്ട് തന്നെ നല്ലതുപോലെ ഒന്നങ്ങ് ഉടയ്ക്കാം. ഇന്നിവിടെ മീൻവണ്ടി വന്നു നോക്കി, സൗണ്ട് കേട്ടില്ല. എന്നിട്ട് നമുക്ക് ആ മോര് കറിക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി അതിലേക്കൊന്ന് കുഴിക്കാം. എല്ലാത്തിനും ഈ കടമുളകിനേക്കാളും നാടൻ മുളകാണ് ഇഷ്ടം.
നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് എണ്ണ ഒഴിക്കാം. ഒരു തുള്ളി എണ്ണ ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് ശകലം കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളി അരിഞ്ഞൊക്കെ കൊടുക്കാം. കറി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ശകലം തക്കാളിക്ക ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നല്ലതാണ്. കഷ്ണം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് നമ്മുടെ തൈരും അരപ്പും എല്ലാം കൂടി ചേർത്ത് വച്ചിരിക്കുന്നത് അതിലേക്ക് ഒഴിച്ചാലോ. നല്ല സൂപ്പർ പുളിശ്ശേരിയാണ് കേട്ടോ. കണ്ടോ, നല്ല കട്ട തൈരാണ്. നമുക്ക് ചോറ് കഴിക്കാൻ അത് മാത്രം മതി പുളിശ്ശേരി. നമുക്ക് എല്ലാ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചെടുത്തങ്ങ് മാറ്റി ഫ്രിഡ്ജിലോട്ട് വേണമെങ്കിൽ വെച്ചേക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ഇതുവരെ വെച്ചിട്ടില്ല. അങ്ങനെ വെച്ചാൽ പൂത്തൊന്നും പോവാതെ നമുക്ക് പിറ്റന്നത്തേക്ക് എടുക്കാം. പിറ്റന്നത്തേക്ക് പൂക്കത്തില്ല, പക്ഷേ ഒരു ദിവസം കൂടി ഇരുന്നാൽ മോരുകറി പൂക്കും. ആവശ്യത്തിനുള്ള നല്ല വെള്ളമായി കുറുകുറായിരിക്കുന്നേക്കാളും ഇത്തിരി ഒന്ന് നടുവിയിരിക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ ഇന്നിപ്പം ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചപ്പോൾ അങ്ങ് നല്ലപോലെ നടുവി. ഇത്ര നടക്കാൻ വേണ്ടായിരുന്നു, കുഴപ്പമില്ല.
എനിക്ക് ചുമയും പനിയൊക്കെ വന്നതിന് ശേഷം എന്ത് വായിൽ നോക്കിയാലും കയ്പ്പ് രസമാണ്, ഒന്നിൻ്റെ ടേസ്റ്റ് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ നാടൻ പുളിശ്ശേരി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചക്ക അടുപ്പിലേക്ക് വയ്ക്കാം. ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ച് ചക്കയും അടുപ്പിലേക്ക് വയ്ക്കാം. ഓടുന്നുണ്ടേ മാണിക്ക ചെമ്പഴുക്ക, മാണിക്ക ചെമ്പഴുക്ക. ഇതിൽ തീ വളരെ കുറവാണ്, അതാണ് ഞാനിപ്പം അകത്ത് കൂടെ പാചകം ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുപോയില്ല അകത്തോട്ട്, അതിൽ ഞാൻ ഗ്യാസ് കൊടുത്തിട്ടുണ്ട്. സൂപ്പർ പുളിശ്ശേരി കേട്ടോ. ഇതിരി ഒന്ന് അനക്കട്ടെ. അനക്കുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ഇത് വയ്ക്കാനുള്ള റെഡിയാക്കി വയ്ക്കാം. എല്ലാവർക്കും ഇപ്പോഴത്തെ കാലാവസ്ഥയുടെയൊക്കെ ഇത് വെച്ച് ചുമയും പനിയും, ചിലർക്കൊക്കെ ചുമയൊക്കെ അങ്ങ് കടുത്ത് ഒരുതരം കൊറോണയുടെ പഴയ അതിൻ്റെ ഒരവസ്ഥയിലേക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ വന്ന് പഠിച്ചു ചുമ. എന്തായാലും നിശേഷം മാറിക്കിട്ടി എനിക്ക്. വാങ്ക് വിളിക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുത്തുകൂടാ എന്നുള്ളൊരിതിങ്ങനെ ഈ ഇടയ്ക്ക് കണ്ടു. അപ്പോൾ ഏത് മതമായാലും നമ്മൾ ചെയ്യുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മോരിയേറി ഇറക്കി വെച്ചിട്ട് ഇനി ചക്ക തീ കുറവായ ഉള്ള തീയും കൂടെ കാറ്റടിച്ച് പറത്തിക്കൊണ്ട് പോയി. ചക്ക അടുപ്പിലേക്ക് വെച്ചു. ചക്ക വേവട്ടെ. അപ്പോഴത്തേക്ക് ഇത്തിരി ചീര ഇരിക്കുന്നത് കൂടി ഞാനൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ചീരയും കൂടെ വെക്കണോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. കാര്യം എല്ലാം കൂടെ വെച്ചാലും ചിലവാകുമോ? ഇന്ന് ചക്കയുണ്ട്, എന്നാലും ചീരയായിരുന്നു വാടിപ്പോണ്ട. ചീര നമുക്ക് കഴിക്കേണ്ട ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചങ്ങ് വെക്കാമെന്ന്. ശകലം ചീരയേ ഉള്ളൂ. മോള് നല്ല അക്കരത്തേക്ക് വാങ്ങിക്കൊണ്ട് പോയി. അപ്പോൾ അതിൽ നിന്ന് ഇത്തിരി അവൾ വെച്ചിട്ട് പോയതാണ്. അപ്പം എന്തായാലും ചക്ക വേവട്ടെ. ഞാൻ 2 ഉള്ളി തൊലിച്ച് അരിഞ്ഞെടുക്കട്ടെ. പള്ളിയിലൊക്കെ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം സ്തോത്രം, ദൈവത്തിന് സ്തോത്രം സ്തോത്രം. മഞ്ഞുമാസം
ചീര അടുപ്പിലോട്ട് വെച്ചു. ഇത് ചാള അടുപ്പിക്കാനായിട്ട് നല്ല ചുമന്ന ചീരയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് കറി അടുപ്പിലേക്ക് വയ്ക്കാം. അതിന് വയ്ക്കാൻ ശകലം എണ്ണ അടുപ്പിലേക്ക് വെച്ചു. ഇത് കടുക് അതിലേക്കിടാം. വറ്റലുള്ള കിട്ടും. മീനൊക്കെ കുറവായതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ഇന്നതൊക്കെ ഇടുന്നത് നമ്മളെപ്പോഴും പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ കാണിക്കുന്നു എന്നല്ലാതെ ഇന്നത് ചേർക്കുന്നു എന്ന് ഞാൻ ഇനി പറയുന്നില്ല. എപ്പോഴും നമ്മളിപ്പോൾ മീൻകറിയിൽ അതൊക്കെ ചേർക്കുന്നു. നമുക്ക് നമ്മളെ മീൻകറി എങ്ങനെ ഉണ്ടോ എന്ന് നിങ്ങൾ കണ്ടിട്ട് പറയുക. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിലേക്ക് ഇടാം. നമുക്ക് ചാളപ്പുളി വയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക പല രീതിക്ക് നമുക്ക് ചാള വയ്ക്കാമല്ലോ. പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പം ഇതിൽ നല്ല ഫ്രഷ് ചാളയാണ് കേട്ടോ. വേണ്ടോ ഇനി വറുക്കാനൊന്നും എടുത്തില്ല, അതിലേക്ക് ഇട്ടു. നമുക്ക് പല രീതിക്കും ഈ ചാളയെന്ന് പറയുന്നത് നമുക്ക് പല രീതിക്കും വയ്ക്കാം. ഓരോന്നിനും ഓരോ ടേസ്റ്റായിരിക്കും. നമ്മൾ കറി വയ്ക്കുന്നതനുസരിച്ചിരിക്കും ഒരേ കറിയുടെയും ടേസ്റ്റ്. നമുക്കിത്തിരി ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചിട്ട് കൊടുക്കുക. അടച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് വറ്റി വരട്ടെ. കുറച്ച് പേരൊക്കെ കുറച്ച് മാത്രം ഇത് ചേർത്ത്, പക്ഷേ നമുക്ക് മീൻ ആവശ്യത്തിനുള്ള കറി ചേർത്ത് അത് വറ്റി വരുമ്പോഴാണ് ആ കറിക്ക് നല്ലൊരു ടേസ്റ്റും
അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. കൈ പൊള്ളിപ്പോയി. അപ്പോൾ നമുക്ക് നമ്മളെ ചീരയും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ നല്ല സൂപ്പർ ചുമന്ന ചീരയാണ് കേട്ടോ. നമ്മൾ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മീൻകറി ഒന്ന് റെഡി ആയി വരട്ടെ. നമുക്ക് ഇന്നത്തെ ഉച്ച ഊണ് റെഡിയായി. നമുക്ക് ഉച്ച ഊണ് വിളമ്പാം. മീൻകറി ഞാൻ ഓഫ് ചെയ്തു. അണ്ണനെ വിളിക്കണം. അണ്ണന് ഹോസ്പിറ്റലിൽ പോകാൻ ഞാൻ പറഞ്ഞതാണ്, കേൾക്കാതെ. എനിക്ക് ചോറ് ശർക്കര മതി. ചോറ് തിന്നണമെന്നില്ല. പിന്നെ ഒരു നേരം ചിലരും പറയുന്ന ഒരു നുള്ള് ചോറ് കഴിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഇപ്പം ചോറിനോട് ഇന്നിപ്പോൾ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ചക്ക കണ്ടോ, ചക്ക കഴിക്കാം. ചക്കയിൽ മധുരത്തിൻ്റെ ഇത് അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് മൊബൈൽ പിടിച്ചുകൊണ്ട് ചക്ക എല്ലാം ചെയ്യുന്നത് കൊണ്ട് ഒന്നെടുക്കട്ടെ. ഒന്ന് കയ്യിലും പിടിച്ചൊന്നും എന്തോ ഒരു വല്ലാത്ത ഒരു എന്തോ എനിക്കറിയത്തില്ല, നമ്മളെ ഒരു വല്ലാത്തൊരവസ്ഥ. ഇത് പറ്റിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചോറ്, ചക്ക, നമുക്ക് മോരൊഴിച്ച് കൂട്ടാൻ ഒഴിക്കാം. നമ്മൾ തിന്നാനുള്ളത് ചീരത്തോരൻ. അപ്പം ഇന്നത്തെ ഇത്രയായിരുന്നു ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ. ഇഷ്ടപ്പെട്ട് കാണും. എൻ്റെ കിച്ചൺ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ആ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ഓളെന്നുള്ള സബ്സ്ക്രൈബ്
അപ്പം ഇന്നത്തെ എൻ്റെ കിച്ചൺ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻറ്റിൻ്റെ കാര്യം, നിങ്ങളെല്ലാവരും കമൻ്റ് ഇടാത്ത മനഃപൂർവ്വമാണോ? എൻ്റെ അടുത്തുള്ള ഇഷ്ടക്കുറവ് കൊണ്ടാണോ നിങ്ങൾ കമൻ്റ് ഇടാത്തത്? നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻ്റ് ഇടാം. അതിൽ ഇഷ്ടമല്ലാത്തതാണെങ്കിലും ഇഷ്ടമുള്ളതാണെങ്കിലും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ ഒന്ന് അഭിപ്രായങ്ങളൊന്ന് അറിയിച്ചുകൂടെ? ഒന്ന് കുറച്ച് കമൻറ്റ് കാണുമ്പോൾ നമുക്കും അതൊരു മനസ്സിനൊരിതാണ്. അപ്പം ഒന്ന് കമൻറ്റ് ഇട്ട് അഭിപ്രായം അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് ഓളെന്നുള്ള ഓപ്ഷൻ ഒന്ന് അമർത്തിയിരുന്നാൽ ഞാനിടുന്ന കുഞ്ഞ് വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോഴും തലവേദനയാണ്. തലവേദന ഇപ്പോഴും ഒന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയി കിടന്നതായിട്ട് ഇപ്പോൾ എണീച്ച് വന്നാണ് വീണ്ടും ബാക്കി എടുക്കുന്നത്. ഒരു തലയ്ക്കൊരു വല്ലാത്തൊരിത്. അങ്ങനെ നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം നമുക്ക്. അപ്പം നല്ല വീഡിയോ ആയിട്ട് ഇനി കാണുന്നത് വരെ ടാറ്റാ, ബൈ.